വിദ്യാർത്ഥികളെ, എന്റെ പേര് ഷാമിൽ. ഞാൻ ഇലക്ട്രിക്കൽ 3ാം വർഷ വിദ്യാർത്ഥിയാണ്. ഈ വരുന്ന കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ PUC പോസ്റ്റിലേക്കാണ് ഞാൻ മത്സരിക്കുന്നത്. PUCയുടെ കർത്തവ്യം ഞാൻ ഇന്നലെ ക്ലാസ് ക്യാമ്പയിനിൽ നടന്നപ്പോൾ എല്ലാ ക്ലാസ്സിലും ഞാൻ പറഞ്ഞതാണ്. ഒരു PUC എന്ന നിലയിൽ എന്റെ കർത്തവ്യം എന്ന് പറയുന്നത് ഈ ക്യാമ്പസിലെ ഓരോ വിദ്യാർത്ഥികളുടെയും കഴിവുകൾ കെട്ടിപ്പടുത്തി ആ കഴിവിനെ പടുത്തെടുത്ത് ഈ കോളേജ് തലങ്ങളിൽ പങ്കെടുപ്പിച്ച് അതിൽ നിന്ന് വിജയിക്കുന്നവരെ ഇന്റർ കോളേജ് കലോത്സവങ്ങളിൽ പങ്കെടുപ്പിക്കുക എന്നതാണ്. എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ 100% കോൺഫിഡൻസോടുകൂടിയാണ് നിൽക്കുന്നത്. നിങ്ങൾ എന്നെ വിജയിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളോടൊപ്പമുണ്ടാവും. നിങ്ങളെ ഇന്റർപോളിലേക്ക് കൊണ്ടുപോകാനെന്ന് ഉറപ്പു നൽകുന്നു. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാ വർഷവും ഒരു പണിയുമില്ലെങ്കിൽ ഇവിടുത്തെ SFIക്കാർ ഇവിടുത്തെ വിദ്യാർത്ഥികളെ ഭീഷണിപ്പെടുത്തിയോ മറ്റുമായി ഇവിടെ എല്ലാ വർഷവും ജയിച്ചു വരുന്ന അവിടെ ഉറച്ച വിചാരമാണ് ഈ ക്യാമ്പസിനെ ഇങ്ങനെ ഒരു ഗുണങ്ങിയ ക്യാമ്പസാക്കി മാറ്റിയിട്ടുള്ളത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഞാനടക്കമുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും ഈ ക്യാമ്പസിലെ ആദ്യാനുഭവങ്ങളായിരിക്കും SFIക്കാരുടെ നിർബന്ധിച്ച് ഭീഷണിപ്പെടുത്തി അവരുടെ പരിപാടികളിലേക്ക് കൊണ്ടുപോകുന്നത്. ഞാനടക്കമുള്ള ഇവിടുത്തെ ഓരോ വിദ്യാർത്ഥികളെയും ഇല്ലാത്തവർക്ക് പറയാൻ പറ്റില്ല. ഞാനടക്കമുള്ളവർക്ക് ഓരോ വിദ്യാർത്ഥികളും പേടിച്ച് തന്നെയാണ് ഫസ്റ്റ് ഇയറിൽ ഇവിടുത്തെ SFIക്കാരുടെ പരിപാടിയിലേക്ക് പോയിട്ടുള്ളത്. എവിടെയാണ് സ്വാതന്ത്ര്യം? ഇതാണ് നിങ്ങൾ പറയുന്ന പ്രവർത്തന സ്വാതന്ത്ര്യം. കേവലം ഒരു പരിപാടിക്ക് വരണോ വേണ്ടയോ എന്ന് പോലും തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം ഇവിടുത്തെ SFIക്കാർ നൽകുന്നെങ്കിൽ പിന്നെ എങ്ങനെയാണ് അവർ ഇവിടുത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്ക് പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുന്നത്? പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഇവിടുത്തെ SFIക്കാർ കഴിഞ്ഞ ദിവസം വീഡിയോ വന്നിരുന്നു. MSFകാരുടെ കൊടിതോരണങ്ങൾ ഒഴിവാക്കിയതിന്റെ പേരിൽ ഇവിടെ ആക്രമിച്ചു വന്ന്. നിങ്ങൾ മനസ്സിലാക്കണം. ആ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് MSFകാരുടെ കൊടിതോരണങ്ങൾ മത്സരത്തിന്റെ പേരിലാണ് MSFകാരുടെ പേര് ആക്രമിച്ചത് എന്ന്. കേവലം ഒരു തവണയല്ല, 2 തവണയല്ല, 3 തവണയല്ല, എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയാണ് നിങ്ങൾ ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ ചോരയൊഴുക്കി ഞങ്ങളുടെ കൊടിതോരണങ്ങൾ ഈ ക്യാമ്പസിൽ ഇരുട്ടിന്റെ വായിൽ കണ്ടുകൊണ്ടുപോയിട്ടുള്ളത്. അത് കണ്ട് കയ്യിൽ കെട്ടി നോക്കി നിൽക്കാൻ ഞങ്ങൾക്കറിയില്ല. ഞങ്ങളുടെ കൈകാലുകൾ AKG സെന്ററിൽ ഭയപ്പെടുത്തി ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ആദ്യത്തെ നയിക്കുന്ന ഈ കരുത്തിന്റെ വേനലിനെ നിങ്ങൾ ഞാനടക്കമുള്ള ഈ സ്ഥാനാർത്ഥികളെ വൻഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കണമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ ഈ ഗേറ്റ് കടന്നു വരുമ്പോൾ നോക്കൂ, ചെങ്കോട്ടെ എന്ന ബോർഡ് മുദ്ര കുത്തി വെച്ചോണ്ടാവും. നിങ്ങൾ ചെങ്കോട്ടെ എന്ന് എഴുതി വെച്ച് ഈ ക്യാമ്പസിന്റെ ജനാധിപത്യത്തിന്റെ വാതിലുകൾ കുട്ടിയടിച്ചോളൂ. നിങ്ങൾ ഞങ്ങളുടെ പ്രവർത്തകരെ ആക്രമിച്ചോളൂ. നിങ്ങൾ ഞങ്ങളുടെ കൊടിതോരണങ്ങൾ ഇരുട്ടിന്റെ മറവിൽ കട്ടുകൊണ്ടുപോയിക്കോളൂ. പക്ഷേ ഞാനൊന്ന് പറയാം, കേവലം ഒരു കാലത്ത് നോമിനേഷൻ പോലും കൊടുക്കാൻ കഴിയാത്തവർ ഇവിടുത്തെ SFIക്കാർ ആക്രമിച്ചിരുന്ന ഒരു കാലത്ത് നിന്ന് ഈ കാണുന്ന ഫുൾ പാനലിലും പിന്നെ ഈ കാണുന്ന ഫുൾ പാനലിലും നിങ്ങളുടെ ഭൂരിപക്ഷം 100-150 ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓർത്തു തരാത്തത് അധിക കാലമൊന്നും നിങ്ങൾക്ക് ഈ കോട്ട ചെങ്കോട്ട എന്ന് പറഞ്ഞു കൊണ്ടുപോകാൻ പ്രിയപ്പെട്ട സ്ഥലത്ത് ഞാൻ നിർത്തുകയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ഓരോ വോട്ടും സത്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ മനസ്സിലാക്കണം. ഇവിടെ നേരത്തെ പറഞ്ഞു, കേവലം കത്തിക്കുത്ത് മാത്രമല്ല വിദ്യാർത്ഥികളെ ആക്രമണം പറയുന്നത്, കേവലം ഒരു ഭീഷണി ആക്രമണം തന്നെയാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ അത് മനസ്സിലാക്കണം. ഇവിടുത്തെ SFIക്കാരുടെ വിചാരം കേവലം കത്തിക്കുത്ത് മാത്രമാണ് ആക്രമണം എന്ന് വിചാരിക്കുകയാണ്. എന്ത് അവസ്ഥയാണിത്? പ്രിയപ്പെട്ട വിദ്യാർത്ഥി